ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു തോരൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അത്ര പരിചയമില്ലാത്ത ഒരു വെജിറ്റബിളാണിത്. ഇപ്പോൾ പിന്നെ ഒരുവിധം കടയിലൊക്കെ ഇത് കാണുന്നുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കാബേജ്, കോളിഫ്ലവർ ഇതിൻ്റെയൊക്കെ വർഗ്ഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളാണിത്. ഇതിന് പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. നൂൽക്കോൽ എന്നും കോഹിറബി എന്നും എല്ലാം അറിയപ്പെടുന്ന ഒരു വെജിറ്റബിളാണിത്. ഇതിനൊരു ക്യാബേജിൻ്റെ സ്മെല്ലുണ്ട്. ഇതിൻ്റെ തൊലിക്ക് കുറച്ച് കട്ടി കൂടുതലാണ്. ഉൾഭാഗം നല്ല സോഫ്റ്റും കട്ടി കുറഞ്ഞിട്ടുമാണ് ഉണ്ടാകുക. വിറ്റാമിൻ സിയും പൊട്ടാസ്യം ഒക്കെ ഇതിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിന് പകരമായിട്ടും നമുക്കിത് ഉപയോഗിക്കാം. ഇതിനെക്കൊണ്ട് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്നില്ലേ ഉരുളക്കിഴങ്ങ് കൊണ്ട്, അതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം. ഞാനിന്ന് ഇതുകൊണ്ട് തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇതുപോലുള്ള നൂൽക്കോല് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് മുഴുവനും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാത്രത്തിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടായാൽ കുറച്ച് കടുകിട്ടിട്ട് കടുക് പൊട്ടി വന്നാൽ 2 വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നാൽ ഒരു സവാള ചെറുതാക്കിയിട്ട് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും 3-4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തിട്ടും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ട് ചെയ്ത് വെച്ച നൂൽക്കോല് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. 2-3 പ്രാവശ്യം ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നൂൽക്കോൽ തോരൻ റെഡിയായിട്ട് കിട്ടും. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അടുത്തു തന്നെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക് യു.